ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ 2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. കഴുകിയതിന് ശേഷം ഇതുപോലെ തൊലി കളഞ്ഞ് എടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഷേപ്പൊന്നും ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളിത് മുറിച്ചെടുക്കാം. പക്ഷേ എല്ലാം ഏകദേശം ഒരേ സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പം എല്ലാം നമ്മളിവിടെ മുറിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു വിസിലാണ് ഈ കപ്പ വേവാനായിട്ട് വെക്കുന്നത്. ഓരോ കപ്പയുടെ വേവും വ്യത്യാസമായിരിക്കും. വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളൂ. ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞാൽ മതി. ഇനി നമുക്ക് വേഗത ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് പോക്ക് റെഡിയാക്കിയെടുക്കാം. നമ്മളിവിടെ കപ്പയും പോക്കും വെച്ചിട്ടാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം അതിനു വേണ്ടി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് പോക്ക് മുറിച്ചെടുക്കാം. നമ്മളിവിടെ ഏകദേശം ഒരു 3/4 കിലോ പോക്കാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തതിന് ശേഷം പോക്ക് നല്ലതുപോലെ കഴുകി വെള്ളം വരാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാനുള്ള സാധനങ്ങൾ നോക്കാം. ഇഞ്ചി, 2 തണ്ട് കറി ലീഫ്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. നമ്മൾ ആദ്യം കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുള്ള പോക്ക് കുക്കറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള മുളക് ഇതുപോലെ നടുവേ കീറി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചതച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള പെപ്പർ പൗഡർ. മുളകും മല്ലിയൊക്കെ നമ്മൾ ഒരു 1.5 ടീസ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. ഈ 3/4 കിലോ പോക്ക് ഏകദേശം ഒരു 8 വിസിലാണ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചത്. ഇനി ഇതൊന്ന് മുളകിടാൻ വേണ്ടി ഒരു 20ഓളം ചെറിയുള്ളി, ഒരു 2 പോട്ട് ഗാർലിക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ചെറിയുള്ളിയും ഗാർലിക്കും ഒന്ന് ചതച്ചെടുക്കാം. നമ്മളിവിടെ കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസിലാണ് നമ്മൾ വെച്ചത്. കപ്പ ഇവിടെ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇതിൽ ഒരുപാട് വെള്ളം വരും. ഇത് വെച്ചാണ് നമ്മുടെ ഗ്രേവി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കപ്പ വേവിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ചില കപ്പയ്ക്ക് ഭയങ്കര കയ്പായിരിക്കും. നല്ല മധുരമുള്ള കപ്പ കിട്ടിയാലേ കപ്പ ബിരിയാണി നന്നാവുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മുളകിട്ടെടുക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ഗാർലിക്കും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് നമ്മൾ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സാധനമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതാണ് ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ. നല്ല സോഫ്റ്റ് ആയിട്ട് ഉണങ്ങിയ ഇല പോലെയാണ് ഇതിരിക്കുക. ഇത് ബിരിയാണിയും അതുപോലെ തന്നെ മീറ്റ് ഡിഷസ് എല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇന്ത്യൻ സ്പൈസാണ്. ഫ്ലേവറിന് വേണ്ടി മാത്രമല്ല, സ്റ്റോൺ ഫ്ലവറിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പച്ച മണം മാറിയതിനു ശേഷം ഇതിലേക്ക് മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പെപ്പർ പൗഡർ.
നമ്മൾ ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. പോക്ക് ഒരു 8 വിസിലാണ് നമ്മൾ വെച്ചത്. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മസാല മൂത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള പോക്കും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒരുപാട് ഉടയാതെ ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഉടഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല, കാരണം നമ്മൾ അതുപോലത്തെ ഒരു പരുവത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പോക്ക് വേവിച്ച കുക്കറിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഗാർണിഷ് ചെയ്യണേന്ന് നോക്കാം. കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ്സ്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള അണിയൻസ്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സും കറി ലീവ്സും. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി വിത്ത് പോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.